വെൽക്കം ബാക്ക് ടു ചാനൽ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കുക. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ്. ഈവൻ നിങ്ങൾ സിംഗിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള ഒരു അഫെയർ ഉള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സ്മൂത്ത് ലവ് ലൈഫ് ഉള്ള വ്യക്തി ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് എടുക്കുന്നത്. സോ എല്ലാവരുടെ കാര്യങ്ങളും നമുക്ക് മെസ്സേജ് കിട്ടുന്നതനുസരിച്ച് ഇൻഡിവിജ്വലി എടുക്കുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ബിക്കോസ് ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കുക ഓക്കെ എന്നതിനെ കുറിച്ചുള്ളതാണ്. ആൻഡ് ഈ വീഡിയോ തികച്ചും ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോഴായിരിക്കും ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നത്. അതുകൂടാതെ നമുക്ക് സോഡിയാക് സൈൻസ് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇതൊരു പൈൽ റീഡിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാനിവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പൈലായിട്ട് ഞാനിവിടെ കിങ് ഓഫ് വാണ്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച്, നിങ്ങളുടെ പ്രതീക്ഷകളെ കുറിച്ച് കുറച്ച് സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് എടുക്കണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്തൊരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്റ്റോൺ സെൻസ് എലഗൻസ് എന്ന പേജിൽ പോയിട്ട് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റീഡിംഗിലേക്ക് കടക്കാം. എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം. അപ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് പൈൽ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് പൈൽ. പൈൽ എടുത്തു എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പം നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു പൈലാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. Angels please guide us. Vibration of pile number 1 towards their love life. Oh wow. Four of Cups. Overall energy. Page of Cups. Of Cups. Page of Pentacles. Okay. Queen of Swords ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിട്ടുള്ളത് ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ആരെങ്കിലും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് സിംഗിൾ ആണ്, നിങ്ങൾ ആരെങ്കിലും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് സമയമായി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷം നിങ്ങൾക്കൊരു ലവ് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ വൈബ്രേഷൻ ഉണ്ട് എന്നതാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു ലവ് ജേർണി, അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു വൈബ്രേഷനുള്ള പ്രണയം ഇല്ലെങ്കിൽ, ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് തുടക്കത്തിലെ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അട്രാക്ട് ആവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് നിങ്ങളുടെ ഒരു പെർമനന്റ് പാർട്ട്ണറായിട്ട് മാറാനുമുള്ള സാധ്യതയുള്ള ഒരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രഷിന്റെ നമ്പറോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ മിണ്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ എനിക്ക് തോന്നുന്നു ദൈവം വിധിക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന കൈൻഡ് ഓഫ് രീതിയിൽ നിങ്ങൾ തള്ളിവിടാനാണെങ്കിൽ നത്തിങ് ഈസ് പോസിബിൾ. കാരണം നമുക്ക് എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടണമെങ്കിലും നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന്റെ ബാക്കിയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലവ് ലൈഫിന്റെ കാര്യത്തിൽ നിങ്ങൾ സിംഗിൾസ് ആണ്, അല്ലെങ്കിൽ ഈവൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് സിംഗിൾ ആയതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇന്ന ആളാണ് നമ്മുടെ അടുത്തേക്ക് വരേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് പറയുക, അതുപോലത്തെ റിച്വൽസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ യെസ് ഗൈസ്, ഇറ്റ്സ് പോസിബിൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആവാൻ. നിങ്ങൾ വർക്ക് ചെയ്യാതെ ദൈവത്തിന്റെ കയ്യിൽ വിടുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ
എന്തായിരിക്കും സംഭവിക്കുക എന്ന്. യൂണിവേഴ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ അത് വിനിയോഗിക്കൂ, അത് ഒരു പുതിയ അവസരമാക്കി മാറ്റൂ. അല്ലാതെ നിങ്ങൾ വെറുതെ സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജെനുവിൻ പാർട്ട്ണർ ആണോ അല്ലയോ എന്ന് കൺഫേം ആക്കിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ അല്ല എങ്കിൽ വെറുതെ നമ്മുടെ നല്ല പാർട്ട്ണർ വരാനുള്ള സമയം ലാഗ് എടുപ്പിക്കത്തേ ഉള്ളൂ, അൺവാണ്ടഡ് ആയിട്ടുള്ള കണക്ഷനിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിന്നാൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രസന്റ്ലി നല്ലൊരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അകത്തുള്ള മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ കാണിക്കുന്ന സ്വഭാവങ്ങളില്ലേ, അത് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് കാണിക്കുന്നത്. മേ ബി ഗൈസ്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം വന്നാൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ അറിയാത്ത വ്യക്തികളായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത് സംതിങ് ഇസ് ദെയർ, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംതിങ് ഇസ് ദെയർ, ആൻഡ് ആ സംതിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്യാരക്ടർ എന്താണോ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ പലതവണ പറഞ്ഞിട്ടുണ്ടാകാം ആ ക്യാരക്ടർ എന്താണ് എന്ന്. അപ്പൊ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സ്വഭാവം മാറ്റുക. ചിലപ്പോൾ ഓവർ ഡെഡിക്കേഷൻ ആയിരിക്കാം നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളും അതുപോലെ ഡെഡിക്കേറ്റഡ് ആണോ, അതായത് നമ്മൾ അങ്ങോട്ടേക്ക് 100% കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്കും നമുക്ക് 100% തരാൻ അവർ തയ്യാറാണോ അല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. ഓക്കെ, പ്ലീസ് ഗൈസ്. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ വേറെ വ്യക്തികളിൽ അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോട് നിങ്ങൾക്ക് ക്രഷ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രേമിക്കുന്ന ഒരു വ്യക്തി, അവരോട് നിങ്ങൾക്ക് സ്നേഹമില്ലെന്നല്ല പറയുന്നത്, പക്ഷെ പ്രേമിക്കുന്ന ആ ഒരു പേഴ്സണെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തിരക്കിലാകുമ്പോൾ ആ പേഴ്സന്റെ സ്ഥാനത്ത് ടൈം പാസ് എന്നോളം നിങ്ങൾ വേറൊരാളെ കയറ്റുന്നുണ്ടോ, അങ്ങനത്തെ സ്വഭാവത്തിലാണ് നിങ്ങളുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എനിക്ക് കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സമയം തരുന്നില്ല, അതുകൊണ്ട് ഈ പേഴ്സന്റെ സ്ഥാനത്ത് തൽക്കാലത്തേക്ക് ഇയാളെ വെച്ചിരിക്കാം എന്നൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇതിനകത്ത് മെയിൻലി പറയുന്നുണ്ട് അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്തിക്കൊള്ളുക. ബിക്കോസ് അത് നിങ്ങളുടെ 2024 ലവ് ലൈഫിനും ശോഭ തന്നിരുന്നില്ല. 2025 മേ ബി അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ സിംഗിൾ പാർട്ട്ണറിൽ അറ്റാച്ച്ഡ് ആയിരിക്കാൻ നിൽക്കുക. അവർക്ക് സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഡിറ്റാച്ച് ആവുക. ഒരു പാർട്ട്ണറിനെ വെച്ചുകൊണ്ട് അടുത്ത പാർട്ട്ണർ എന്റെ ഫ്രണ്ടാണ് എന്ന മറവിൽ നിങ്ങൾ അവരുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് യൂണിവേഴ്സും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ സൂക്ഷിക്കുക. അതുപോലെ മറ്റു പലരും ചിലപ്പോൾ അട്രാക്റ്റീവ് ആയിരിക്കും, പക്ഷെ അവരുടെ പിറകെ പോകാൻ നിന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ ലവ് ലൈഫ് ഒരിക്കലും ബെറ്റർ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിംഗിൾ ആണ്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു സെപ്പറേഷൻ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ഹാബിറ്റ് അതാണ് പലപ്പോഴും നിങ്ങളുടെ ലവ് ലൈഫിനെ ഇല്ലാതാക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതലുള്ള ഓവർ ഇന്നസെൻസ് ആയിരിക്കാം, ഓവർ അറ്റാച്ച്മെന്റ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചത് ശരിയാക്കിയാലേ സിംഗിൾ ആണെങ്കിലും ശരി, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരി, അത് ക്ലിയർ ഔട്ട് ആവുകയുള്ളൂ. ആൻഡ് ഓൾസോ 2025 നിങ്ങളുടെ അരഗൻസ് ആയിട്ടുള്ള സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്കർ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ പേഴ്സണ് വേണ്ടിയിട്ട് താഴ്ന്നു കൊടുക്കേണ്ടി വരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ അഥവാ നമ്മുടെ പേഴ്സണ് വേണ്ടി താഴ്ന്നു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഗൈസ്, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഹമ്പിൾ ആകേണ്ടി വരും. ഹമ്പിൾ ആയാൽ മാത്രമായിരിക്കും നമുക്കൊരു പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് ഈവൻ ആരെങ്കിലും പുതിയൊരു കണക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഹമ്പിൾ ആവുക. മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിലയിരുത്തുക, എന്നിട്ട് എന്താണ് അതിൽ തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക എന്ന കൈൻഡ് ഓഫ് മെസ്സേജ് ആണ് യൂണിവേഴ്സ് ഇതിൽ തരുന്നത്.
അതുപോലെ എന്റെ അഭിപ്രായത്തിൽ എടുത്തു ചാടി ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ പോകുന്നതിനേക്കാളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് തോന്നുന്നു. അല്ല, നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. മേ ബി നിങ്ങളൊരു യാത്ര പോകാനോ ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ലിവിങ് ടുഗദർ പോലുള്ള എനർജിയിലാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എടുപിടേന്ന് ഒരു മാരേജിന് നിങ്ങൾ പ്ലീസ്ഡ് അല്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമല്ല നിങ്ങളുടെ അടുത്ത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫ് എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു ലവ് ഫാന്റസി ലൈഫ് ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും സജസ്റ്റ് ചെയ്യുന്നത് എടുത്തു ചാടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതെ ആ റിലേഷൻഷിപ്പിന് മധുരം മനസ്സിലാക്കിയിട്ട് അതിനെ കൈൻഡ് ഓഫ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, അതായത് ഒരു ഫൈനലൈസ്ഡ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആൻഡ് ഇപ്പൊ ഫോർ മാരിഡ് വൺ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ ഇതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഡിസയർ ഉണ്ട്. അതായത് പലപ്പോഴും യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ അക്കരെ പച്ച തേടി പോകുന്ന ഒരു എനർജി, അതായത് നിങ്ങളുടെ കയ്യിലുള്ള സാധനം കൊള്ളില്ല, അപ്പുറത്ത് കാണുന്ന ആ ഒരു വ്യക്തി നല്ലതാണ്, അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യം മധുരമായിരുന്നേനെ, അല്ലെങ്കിൽ എന്റെ ജീവിതം മധുരമായിരുന്നേനെ എന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു മാരിഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതുപോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അനാവശ്യമായിട്ട് വേറൊരു വ്യക്തി അതിനകത്ത് കൊണ്ടുപോയിട്ട് ആ വ്യക്തിയുടെ തീരുമാനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ തീരുമാനം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന രീതിയിൽ സംസാരിക്കുന്ന എനർജി. നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഇടയിലല്ലാതെ മറ്റുള്ളവരുടെ ചെവികളിൽ എത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഡിസൈഡ് ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്നു മാരിഡ് അല്ലെങ്കിൽ അഥവാ കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലവ് ലൈഫിൽ നിൽക്കുന്നവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ പറയുന്നു, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അവര് വേറെ ആരോടോ ചിലവഴിക്കുന്ന സമയം വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ ഇടയിൽ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നിങ്ങളാണിത് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് അവരുടെ മനസ്സിൽ പല ആൾക്കാരും ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഗൈസ്, നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാളായിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം വഴക്കടിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അതായത് എന്നാ പിന്നെ എന്തിനാണ് ഇത് കൺഫർമേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നത്, വേണ്ടിയിരുന്നല്ലോ, നിർത്തിപ്പൊയ്ക്കൂടായിരുന്നില്ലേ എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓവറോൾ എനർജിയിൽ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡീപ്പ് ആകാനാണ് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി കരുതലുകൾ വരാനാണ് പോകുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലോ ഇരിക്കട്ടെ, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം നിങ്ങൾ ക്ലോസ് ആകും, അല്ലെങ്കിൽ അടുപ്പമുണ്ടാകും. നിങ്ങൾ എത്ര തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വഴക്ക് അടിച്ച വ്യക്തികളാണെങ്കിലും ഈ ഒരു വർഷത്തിന്റെ പോക്കനുസരിച്ച് നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഇങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഡീപ്പ് കണക്ഷനിൽ വരും. വഴക്കടിക്കില്ല എന്നതല്ല, പക്ഷെ എന്താ പറയാ, നമ്മൾ കുറച്ചും കൂടി അടുത്തു എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങളുടെ ലവ് ലൈഫ് മാറും. അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്ന ഒരു മോഡിലേക്ക് നിങ്ങൾ എത്തും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലി എഗ്രി ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടേതെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ പറഞ്ഞു ഉറപ്പിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആണ് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ചുരുക്കം ആൾക്കാർക്കാണ് അത് പോസിബിൾ ആണ് 2025 അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു പ്രസന്റ് വർഷത്തിൽ നിങ്ങൾക്ക് അത് പോസിബിൾ ആണ് എന്ന് ചുരുക്കം ചിലർക്കാണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ദയവേത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്പാരിസൺ നടത്താതിരിക്കുക. മുമ്പ് എന്നെ കല്യാണം കഴിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, മുമ്പ് ഞാൻ പ്രണയിച്ച ആൾ നല്ലതായിരുന്നു, ഇങ്ങനത്തെ രീതിയിലുള്ള മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ ഒഴിവാക്കുക. കാരണം അത് നിങ്ങളുടെ പേഴ്സണെ ഒരു പരിധി വരെ ഹേർട്ട് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. സോ എന്റെ അഭിപ്രായത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണോ അഥവാ നിങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ റിലീസ് ചെയ്ത് കളയുക. അതിനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. ബിക്കോസ് പാസ്റ്റ് ഓൾറെഡി സ്പോയിൽ ആയ കാര്യമാണ്. അത് നിങ്ങൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറും കൂടി സ്പോയിൽ ആവും. ആൻഡ് ഗൈസ്, നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ അഥവാ നിങ്ങൾ മാരിഡ് ആണ്,
അല്ലെങ്കിൽ നിങ്ങൾ മാരി ചെയ്യാൻ പോകുന്നു, ഇറ്റ്സ് കൺഫേംഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. ബിക്കോസ് അത് നല്ലൊരു വൈബ്രേഷൻ ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ എല്ലാം ഒരുക്കത്തിലായി 2025 നിങ്ങൾ കല്യാണം കഴിക്കും. എന്നാൽ കല്യാണത്തിന് മുമ്പ് വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി സ്മൂത്ത് ഗോയിങ്, നല്ല നല്ല രീതിയിൽ പോകുന്ന റിലേഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കപ്പിൾ ഗോൾ ആയിട്ട് ഒരുമിച്ച് അത് നേടാൻ സാധിക്കും. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന ഒരു വൈബ്രേഷൻ കാണുന്നുണ്ട്. എംപ്രസ് എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് എവറിത്തിങ് ത്രൂ അവർ ഫാമിലി. നമ്മുടെ ഫാമിലി വഴി നമുക്ക് എല്ലാം കിട്ടും. ആൻഡ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സ്പാർക്ക് അല്ലെങ്കിൽ അഥവാ ഒരു അട്രാക്ഷൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈൽ നമ്പർ 1, നിങ്ങൾ മാരിഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ മാരിഡ് ആവാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏകദേശം മാരേജ് ഉണ്ടാകും എന്ന കൈൻഡ് ഓഫ് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നതെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. സോ കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്കും മാരേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കും ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളവർക്കും പോസിറ്റീവ് ആയിരിക്കും എനർജി എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവായി തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവായി തോന്നും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഐഡിയൽ പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വൈബ്രേഷൻ എന്താണോ ആ വൈബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്. കാരണം ഒരു കൈൻഡ് ഓഫ് വീനസ് എഫക്റ്റ് കണ്ടോ, ഒരു വീനസ് എഫക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന പോലെ ഇതുവരെ സ്റ്റക്കായി കിടന്ന പല കാര്യങ്ങളും ബ്ലോക്കേജ് മാറി നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ ഡിസയറിന്റെ അടുത്തേക്ക് വരുന്നത് പോലെ. അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സമയം നിങ്ങൾക്ക് ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ കിട്ടും എന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവോഴ്സിന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡിവോഴ്സ് കിട്ടാൻ നിങ്ങൾക്ക് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഡിവോഴ്സ് തരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ടോക്കിന് നിങ്ങളുടെ അടുത്ത് പിന്നെയും വരുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. കാരണം ഫൈറ്റിംഗ് എനർജി കാണുന്നില്ല. അവർ നിങ്ങളുടെ അടുത്ത് ഒരു കോംപ്രമൈസ് ടോക്കിന് വരുന്നതായിട്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, എൻ്റെ കൂടെ വന്നാൽ മതി, അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോൾ ഡിവോഴ്സ് കൈൻഡ് ഓഫ് എനർജി നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഹാം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എൻഡ് വരുന്നതായിട്ട് നീ കാണുന്നില്ല. ഈവൻ ഇവിടെ ഡെത്ത് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്കൊരു ചേഞ്ച് വരുന്നു, അല്ലാതെ എൻഡ് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻഡ് കിട്ടും, നിങ്ങൾക്ക് സക്സസ്ഫുൾനെസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വാട്ട് എവർ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടുമെന്നൊരു എനർജി കാണുന്നില്ല. ഇത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള എനർജി അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്കിനുള്ള എനർജിയാണ് ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുന്നവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ, എന്ത് സാഹചര്യത്തിലാണോ നിങ്ങളുടെ ലവ് ലൈഫ് നിൽക്കുന്നത്, സംതിങ് ഇസ് ഗോണ ചേഞ്ച്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറാൻ പോകുന്നുണ്ട്. ആൻഡ് ഫ്രം ദിസ് ഡെത്ത് കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ആരാണെങ്കിലും ശരി, നിങ്ങളുടെ ഉള്ളിലുള്ള ബാഡ് ഹാബിറ്റ്സ് എന്താണോ അത് മാറ്റുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലവ് ലൈഫ് നല്ല രീതിയിൽ സ്റ്റേബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇതിൽ ആരാണ് ഇമോഷണൽ, ആരാണ് പ്രാക്ടിക്കൽ എന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തി ഇമോഷണൽ ആയിട്ടുള്ള ആളെ ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, മുൻപ് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടിരുന്ന നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഇമോഷണലും, നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ പ്രാക്ടിക്കലും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ സെൻസിറ്റീവ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഈഗോ ക്ലാഷസ് ആണുള്ളതെങ്കിൽ ദയവേത് ഡിറ്റാച്ച് ആവാതിരിക്കുക. എക്സ്പെഷ്യലി ഡൈവോഴ്സ്ഡ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, ഡൈവോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഡിറ്റാച്ച് ആവുന്ന ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം എത്രത്തോളം വലുതാണ്, എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്ന് നമുക്ക് എന്തായാലും ജനറൽ റീഡിങ്ങിൽ എടുക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ജെനുവിൻ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം ഡിവോഴ്സിലേക്ക് എടുത്ത് ചാടുക. ബിക്കോസ് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കാം നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഡിറ്റാച്ച് ആവും. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന രീതി നിങ്ങൾ ചിന്തിച്ചു പോകും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗ്രറ്റ് നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്യുക, എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആ ഒരു പേഴ്സണുമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വൈബ്രേഷൻ മാച്ച് ആവാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് കോമ്പാറ്റബിൾ ആകാത്തത് എന്ന് ചിന്തിച്ചതെന്ന് മാത്രം മുന്നോട്ട് ഹെഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഓവറോൾ എനർജിയിൽ 2025 എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് ഇറ്റ് വിൽ ബി ഓക്കെ ആയിരിക്കും. എന്നാലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ആൻഡ് ഓൾസോ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണുന്നത്. സോ നിങ്ങളുടെ ഡിസയർ അനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ കഠിനമായി മാനിഫെസ്റ്റ് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുക.
തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ അത് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ എന്തിനാണോ വർക്ക് ചെയ്യുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾ വർക്ക് ചെയ്യാത്ത കാര്യം നിങ്ങൾക്ക് കിട്ടും, ദൈവം കൊണ്ടുതരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പയൽ നമ്പർ 1. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പയലിൽ കാണാൻ തീർക്കും. ബൈ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പയൽ എനർജി എന്താണ് എന്ന് നോക്കാം. സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്തിട്ടുള്ളവരുടെ റീഡിംഗ് ആണ്. ഏഞ്ചൽസിനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. Okay, for pile number 2, second pile, Page of Pentacles, King of Wands, Knight of Cups, Justice. Bottom of the deck നമുക്ക് കിട്ടുന്നത് സ്ട്രെങ്ത് ആണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എനിക്ക് നിങ്ങൾ ഈ കണക്ഷനിൽ വളരെയധികം ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ കണ്ടോ? കാരണം ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് കിട്ടിയുള്ളത് സ്ട്രെങ്ത് ആണ്. അതായത് എവിടെയൊക്കെയോ നമ്മൾ സ്ട്രെങ്ത് കൊണ്ട് നിൽക്കുന്നു, പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ്റെ ഫ്യൂച്ചർ എന്താവും, അതായത് നിങ്ങൾക്ക് അവരോട് ഫയർ എനർജി ഉണ്ട്, പക്ഷേ അവിടെ നിന്ന് നമുക്ക് വലിയ ഒരു റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുമ്പ് കിട്ടിയതുപോലത്തെ റെസ്പോൺസ് ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് പലപ്പോഴും എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങളുടെ ക്രഷ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി കമ്മിറ്റഡ് ആയിട്ടുള്ള എനർജിയും ആയിരിക്കാം. പക്ഷേ ആ സോണിൽ നിന്ന് അത്ര തൃപ്തികരമായിട്ടുള്ളത് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, ഇതിന് ഫ്യൂച്ചർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ നമ്മളെ ചുമ്മാ വെറുതെ നമ്മളെ പറ്റിക്കാനാണോ, ഇവർക്ക് സത്യത്തിൽ നമ്മളടുത്ത് ഇമോഷൻ ഇല്ലേ, മുമ്പ് നമ്മളടുത്ത് ഇമോഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മളുടെ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഉണ്ടോ, ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത്, ഈ ഒരു ഫയർ എനർജി മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത് അത്രത്തോളം ഇൻട്രസ്റ്റഡ് എനർജിയിൽ കാണുന്നില്ലല്ലോ എന്ന കൈൻഡ് ഓഫ്, അതായത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ആരെക്കുറിച്ചിട്ടാണോ ഉദ്ദേശിച്ചിട്ട് ഇത് എടുത്തത്, ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഡിറ്റാച്ച് ആവുകയാണെങ്കിലും ഗൈസ് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഗട്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ഫീലിങ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആകണമെന്നാണ് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ആവുക. കാരണം ഈ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയാൽ നിങ്ങൾക്ക് ഇതിലും നല്ല കണക്ഷൻ കിട്ടും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് പലപ്പോഴും സ്ട്രെങ്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ഒരു ടഫ് എനർജിയിൽ നിൽക്കുന്നത് പോലെ, ഈവൻ ക്രഷ് ആണെങ്കിലും അവർ ചില സമയങ്ങളിൽ അവർ വളരെയധികം സോഫ്റ്റ് ആയിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നു, നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. ചില സമയങ്ങളിൽ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചു താഴ്ത്തി കളയുന്ന ഒരു എനർജി കണ്ടോ, 10 of Swords എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അടിച്ചു താഴ്ത്തി കളയുന്ന എനർജി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മേ ബി തേർഡ് പാർട്ടി എനർജി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത പോലെ, അതുപോലെ തന്നെ കണ്ടോ ബ്ലാക്ക് മാജിക് കൈൻഡ് ഓഫ് എനർജിയും നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ 100,000 കാര്യങ്ങളുണ്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച് ആവുക എന്ന് മനസ്സ് പറയുന്നത്. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലവ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ആ ഒരു രീതി കാരണം നിങ്ങൾക്ക് ഡിറ്റാച്ച് ആയി പോകാനും പറ്റുന്നില്ല. മറ്റാരെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഈ സ്വഭാവത്തിൽ വീഴുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടോർച്ചർ അനുഭവിക്കേണ്ടി, വേദന അനുഭവിക്കേണ്ടി വന്നാലും ഈ സ്നേഹം എനിക്ക് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ നിൽക്കാം എന്ന രീതി നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാരണം 10 of Swords എന്ന് പറഞ്ഞാൽ പെയിനിന്റെ അങ്ങേ അറ്റമാണെന്നാണ് അർത്ഥം. അപ്പൊ അത് അനുഭവിച്ചിട്ട് പിന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള ഒരു ഡിഫറെന്റ് വേ ഓഫ് ലവ് നിങ്ങൾക്ക് ഇനിയും വേണം, അല്ലെങ്കിൽ മേ ബി ഒരു പരിധിവരെ നിങ്ങൾ കാത്തിരുന്ന ലവ് ഈ പേഴ്സണെ തരാൻ പറ്റും എന്നൊരു ട്രസ്റ്റിലാണ് നിങ്ങൾ. പക്ഷേ ഗായ്സ്, നിങ്ങൾ ഇത്രത്തോളം സ്പിരിച്വലി അവേക്കൻഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈൻഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആയതുകൊണ്ട് തന്നെ
നിങ്ങൾ ഡിസയർ ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിലും ശരി, നിങ്ങളൊരു ക്രഷിൻ്റെ പിറകെ ആണെങ്കിലും ശരി, നിങ്ങളിപ്പോൾ ഡിവോഴ്സ്ഡ് ആണെങ്കിലും ശരി, കമ്മിറ്റഡ് ആണെങ്കിലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡിറ്റാച്ച് ആയാലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മധുരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ ഈ ഒരു കണക്ഷൻ വിട്ടുപോയാൽ എനിക്ക് വേറൊരാൾ ഉണ്ടാകില്ല എന്നൊരു കൺസെപ്റ്റാണ് നിങ്ങൾക്കെങ്കിൽ അത് തെറ്റാണ്. ബിക്കോസ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ നിങ്ങൾ ഏത് തരത്തിലുള്ള പേഴ്സണെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ പേഴ്സൺ തന്നെ നിങ്ങളിൽ വന്നു ചേരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ പല ആൾക്കാരും ജേർണൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക, ബുക്ക് എഴുതുക. അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ എഴുതുക, വേണ്ടാത്ത കാര്യം എന്താണെന്നും നിങ്ങൾ എഴുതുക. എന്നിട്ട് വേണമെന്നുള്ള കാര്യവും മാനിഫെസ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം പല ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യവും വരുന്നുണ്ട്, എനിക്ക് വേണ്ട, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആയി പോകരുതേ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജേർണൽ ചെയ്യുക. അതായത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണെന്ന് എനിക്ക് വേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ വേണ്ടാത്തത് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു ചേരരുതേ എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ഡിസയർ പാർട്ട്ണറിനെ കിട്ടും. എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അത്രത്തോളം എന്താ ഹെൽത്തി കണക്ഷൻ അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മറ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് നമ്മുടെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഇത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ളവരെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഗൈസ് ഇത് കാർമിക് റിലേഷൻ ആയിരിക്കും. അതായത് അവർ നമ്മളെ ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് തിരിച്ച് കയറി വരാൻ ഫ്രണ്ട്സിനെയോ മറ്റാൾക്കാരെയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് തീർച്ചയായിട്ടും കാർമിക് റിലേഷൻ ആയിരിക്കും. കാരണം നമ്മളെ ഉപദ്രവിച്ചു, നമ്മളെ വേദനിപ്പിച്ചു എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി അവർ പോയിട്ട് ഇനി നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന പേടിയിലാണ് അവർ തിരിച്ചു വരുന്നത്. അവർക്ക് തന്നെ അറിയാം ഡീപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൈക്കിളിൽ സ്റ്റക്കായി പോയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കായി പോയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ കൺവിൻസ് ചെയ്താൽ പിന്നെയും പിന്നെയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ട് തള്ളിയിടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ്. എക്സ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ നിരന്തരം ഈ ഒരു കാർമിക് സൈക്കിളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി, നമ്മുടെ ഉള്ളിൽ മാത്രം നമ്മൾ കാണുകയും മാത്രം വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന സോണിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു കാർമിക് റിലേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. ഈവൻ നിങ്ങൾക്കിപ്പോ ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജേർണൽ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുള്ള പാർട്ട്ണർ നിങ്ങളെ അട്രാക്ട് ചെയ്തിരിക്കും. ബിക്കോസ് നിങ്ങളുടെ ഈ കണക്ഷനിൽ നിന്ന്, ഈ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആയാൽ, കമ്മിറ്റഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിറ്റാച്ച് ആയ വേറൊരു കണക്ഷനിലേക്ക് തീർച്ചയായിട്ടും ചെന്നെത്താൻ സാധിക്കും. സിംഗിൾസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പല ട്രോമയും ഉണ്ടായിട്ടുണ്ട്, പാസ്റ്റ് എനർജിയും അത്രത്തോളം ഗുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് വന്നു ചേരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും. നിങ്ങൾ അതിനുവേണ്ടി ജേർണൽ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം, ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യണ്ട എന്ന രീതിയിൽ സ്ട്രിക്ട്ലി മാനിഫെസ്റ്റ് ചെയ്യാം. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് എപ്പോഴും ന്യൂ മൂൺ ഡേ തൊട്ട് ഫുൾ മൂൺ ഡേ വരെയാണ് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, കാർമിക് ആണെങ്കിൽ അത് ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് തീർച്ചയായിട്ടും വന്നു ചേരും. ഓക്കെ, ആൻഡ് ഡിറ്റാച്ച് ആകാൻ നിൽക്കുന്നവരാണ് ഇത് കാർമിക് ആണെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഡിറ്റാച്ച് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ വന്നു ചേരും. പൈൽ നമ്പർ 2, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കണക്ഷൻ അത്രത്തോളം നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല. അതിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് നിങ്ങൾ വേറൊരു കണക്ഷനിലേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി അഥവാ സ്റ്റെബിലിറ്റി കിട്ടുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഇത് വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങളെ കൺട്രോൾ ചെയ്യാത്ത, നിങ്ങളെ വിഷമിപ്പിക്കാത്ത കൈൻഡ് ഓഫ് ഇൻഫിനിറ്റ് പാർട്ട്ണർ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറായിട്ടുള്ള വ്യക്തി. അതുപോലെ പൈൽ നമ്പർ 2, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേർന്നുള്ളൂ. ശരിയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസ് എനർജി, എക്സ്പെഷ്യലി ലവ് എനർജി ആൻഡ് സ്റ്റേബിൾ എനർജി കണ്ട് തൊട്ടേക്കുന്നുണ്ടോ, ഈ എനർജീസ് നിങ്ങൾക്ക് വളരെയധികം അലൈൻഡും സ്റ്റേബിളുമാണ് ഈ ഒരു വർഷം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ലവിന്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് നടക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേരണം. എന്നാലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അട്രാക്ട് ചെയ്യാൻ സാധിക്കുക. കാരണം ഈ ഒരു പേഴ്സൺ കണ്ടോ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അവരുടെ ഡിസയർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്.
ഫ്രം ഹാർട്ട് അവർ മറ്റാർക്കും നെഗറ്റീവ് ചിന്തിക്കുന്നില്ല. ആൻഡ് അവർക്കും മറ്റുള്ളവർക്കും പോസിറ്റീവ് അട്രാക്ട് ചെയ്യാനാണ് അവർ ചിന്തിക്കുന്നത്. കേട്ടോ, ഹാർട്ട് ചക്ര ഓൾറെഡി അവർ പറിച്ചു വെച്ച് കഴിഞ്ഞു. അതായത് അവരുടെ ഹാർട്ട് ചക്ര ഓൾറെഡി ക്ലെൻസ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ അവരുടെ റിലേഷൻഷിപ്പ് ചക്രാസ്, സ്റ്റേബിൾ ചക്രാസ് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര നല്ലതാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നെഗറ്റീവ് ചിന്തിക്കുന്നില്ല എങ്കിൽ ഓക്കെ, അവരുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നില്ല എങ്കിലാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര നല്ലതായിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഹാർട്ട് ചക്ര ടോക്സിക് ആൻഡ് ഡാമേജ് ആവാം. അവർ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ടോക്സിക് ആൻഡ് ഡാമേജ് ആവാം. സോ ഫയൽ നമ്പർ 2, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ഹാർട്ട് ചക്ര എപ്പോഴാണോ ക്ലെൻസ് ആവുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ട്സ് എപ്പോഴാണോ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ എപ്പോഴാണ് നിങ്ങൾക്ക് എടുത്ത് ദൂരെ കളയാൻ പറ്റുന്നത്, അപ്പോഴായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് കിട്ടുക. സിംഗിൾസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല റിലേഷൻഷിപ്പാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ തന്നെ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യം എനിക്ക് പറയുന്നത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിവോഴ്സ് കിട്ടും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി വന്നേ ചേരുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഓപ്ഷൻസ് എടുക്കാനുണ്ടാവും. നിങ്ങളുടേതായിട്ടുള്ള റൂട്ട് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്ന ഡിവോഴ്സ്ഡ് എനർജി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പല പല റെസ്ട്രിക്ഷനിൽ നിൽക്കുന്നുണ്ടാവും. ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന ആളുണ്ട്, പക്ഷെ ആ ഒരാളെ നിങ്ങൾക്ക് റെസ്ട്രിക്ഷനിലേ നിർത്തിയേ പറ്റുള്ളൂ എന്നൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് 2024 ലാസ്റ്റ് അല്ലെങ്കിൽ 2025 കൂടി തന്നെ ഈ ഒരു റെസ്ട്രിക്ഷൻ, ഈ ഒരു ബൗണ്ടറി മാറ്റിയിട്ട് ആ ഒരു പേഴ്സണെ കുറച്ചും കൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരുത്താൻ സാധിക്കും എന്ന കൈൻഡ് ഓഫ് എനർജി നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ഡിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതായത് 2 ലാൻഡ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അതായത് വിദേശത്തും നാട്ടിലുമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ 2025 അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്ന ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാനുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് wands, അതായത് വിത്തിൻ 9 വീക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. അതായത് അവർ ട്രസ്റ്റ് വർത്താണോ അല്ലയോ, ഒരു ചീറ്റിംഗ് ആണോ ചെയ്തത്, നിങ്ങൾക്ക് ഗുണമാണോ ചെയ്യാൻ ശ്രമിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏഞ്ചൽസും യൂണിവേഴ്സും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജേർണൽ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. ആൻഡ് ഇതിനകത്ത് പല കാര്യങ്ങളും അൺക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടി എടുത്ത് നോക്കാം എന്താണ് കിട്ടുന്നതെന്ന്. കണ്ടോ, ബിഗ് ഹാപ്പി ചേഞ്ചസ് ഹാപ്പനിങ്. നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ദർ ഇസ് സംതിങ് ബെറ്റർ. നിങ്ങൾ ഇപ്പം നിൽക്കുന്നതിൽ പിടിച്ച് നിൽക്കാതിരിക്കുക. കാർമികാണെന്ന് തന്നെ ലെറ്റ് ഗോ ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ അടുത്തേക്ക് നല്ലൊരു കാര്യം വരുന്നുണ്ട്. നല്ലത് നിങ്ങൾക്ക് കിട്ടണോ വേണ്ടയോ എന്നതും, കാർമിക് റിലേഷൻഷിപ്പിൽ നിന്ന് മാറണോ വേണ്ടയോ എന്നതും, പുതിയൊരു കണക്ഷൻ കിട്ടണോ വേണ്ടോ എന്നുള്ളതുമൊക്കെ നിങ്ങളുടെ ഡെസിഷനിൽ ആധാരമായിരിക്കും. സോ നിങ്ങൾ എങ്ങനെ ഡെസിഷൻ എടുക്കുന്നോ അതായിരിക്കും നിങ്ങളിൽ വന്ന് ചേരുന്നത്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ അടുത്തേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ന്യൂ മൂൺ ടു ഫുൾ മൂൺ ആണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയം. അപ്പം അങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ്സ് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.